ഇപ്പോൾ എല്ലാവരും പറഞ്ഞ രാഹുൽ ദ്രാവിഡിനുള്ള മനോഹരമായ ഒരു യാത്രയപ്പ് നമുക്കറിയാലോ. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി അവർക്കൊക്കെ തീർച്ചയായും അടുത്ത അധികം വിദൂരമല്ലാത്തൊരു ഭാവിയിൽ തീർച്ചയായും ഇനി വിരമിക്കലിൻ്റെ കാലത്തേക്ക് പോകേണ്ട ആളുകൾ കൂടിയാണ്. അപ്പോൾ അവർക്കൊക്കെ സ്വന്തമായി രാജ്യത്തിനൊരു ലോക കിരീടം സമ്മാനിച്ചുകൊണ്ട് പോവുക. ഇവരെ പോലെ ഇത്രയും വലിയ താരങ്ങൾക്ക് അത് കഴിഞ്ഞ് നമ്മൾ സച്ചിൻ്റെ 2011 സച്ചിന് ആ കപ്പ് കിട്ടിയില്ലായിരുന്നെങ്കിലേ എല്ലാവരും സച്ചിനേക്കാൾ അധികം ഇന്ത്യക്കാർ അതിൽ സങ്കടപ്പെട്ടേനെ. അപ്പോൾ ഒരു അർഹമായ ലോക കിരീടവുമായി തന്നെ ക്രിക്കറ്റിൽ നിന്ന് വഴി മാറാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ ഈ താരങ്ങൾക്കൊക്കെ വരികയാണ്. തീർച്ചയായും ദിവിഷ്, കാരണം ഈ ഇന്ത്യ ഏറെക്കാലമായി, അതായത് 11 വർഷമായി ഒരു ICCയുടെ ടൂർണമെന്റിൽ ഇന്ത്യ കിരീടം നേടിയിട്ട് ആ ഒരു കിരീട വരൾച്ചയ്ക്കാണ് ഇന്ന് അവസാനമായിരിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിൽ രാജ്യത്തെ നയിക്കാൻ, ഫൈനലിലെത്തിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞതാണ്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ, അതിനുശേഷം ഈ കഴിഞ്ഞ ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ, അതിനുശേഷം ഇപ്പോൾ ഇതാ 2020 ലോകകപ്പിന്റെയും ഫൈനൽ. ഒരുപക്ഷെ ഈ മത്സരം കൂടി പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റിന്റെ ഫൈനലുകളിലെത്തുക, ആ ഫൈനലിൽ ദയനീയമായി പരാജയപ്പെടുക, അങ്ങനെ ഒരു ഫൈനൽ ശാപം ഇന്ത്യയെ വേട്ടയാടുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നതിനെ അതെല്ലാം മായ്ച്ചുകൊണ്ടാണ് ഇന്ത്യ അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവിലൂടെ കിരീടം നേടിയെടുത്തിരിക്കുന്നത്. അപൂർവമായാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത്. 2007 ലോകകപ്പിൽ നമ്മൾ കണ്ടതാണ്. അന്ന് ഒരു മലയാളി താരം ക്യാച്ച് എടുക്കുന്നു. ശ്രീശാന്തിന്റെ ക്യാച്ചിലൂടെയാണ് അന്ന് ഇന്ത്യ കപ്പ് കയ്യിലുറപ്പിച്ചത്. ഇന്ന് ഇന്ത്യയുടെ ഒരു ടീമിൽ ഒരു മലയാളി താരമുണ്ട്. അദ്ദേഹത്തിന് ഈ ലോകകപ്പിൽ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ആ ടീമിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. ഈ ടീം ഉടനീളം കാഴ്ചവെച്ച, അതായത് ഈ ലോകകപ്പിലെ പ്രകടനങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം, ഓരോ മത്സരങ്ങളും ഓരോ താരങ്ങൾ അവരുടെ പ്രകടനം പുറത്തെടുക്കുകയാണ്. 1-2 താരങ്ങളുടെ മാത്രം കരുത്തിലായിരുന്നില്ല ഈ ലോകകപ്പിൽ ഇന്ത്യ മുന്നേറിയത്. വളരെ കൃത്യമായി തന്നെ നോക്കൂ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ലോകകപ്പ് ഫൈനലിൽ തന്നെ വിരാട് കോഹ്ലി പുറത്തെടുത്ത പ്രകടനം. കഴിഞ്ഞ 7 മത്സരങ്ങളിലും വിരാട് കോഹ്ലി ദയനീയമായി പരാജയപ്പെടുന്നു. 5 മത്സരങ്ങളിൽ 2 അക്കം കാണാതെ പുറത്താകുന്നു. വലിയ വിമർശനങ്ങളും ട്രോൾ മഴയും ഒക്കെ നേരിട്ട ഒരു താരമായി വിരാട് കോഹ്ലി മാറുന്നു. അതേ വിരാട് കോഹ്ലിയുടെ ഒരു ക്ലാസും മാസും ചേർന്ന ഒരു ഇന്നിങ്സാണ് നമ്മൾ ഇന്ന് ഫൈനലിൽ കണ്ടത്. കഴിഞ്ഞ മത്സരത്തിലാകട്ടെ രോഹിത് ശർമ്മ ഫോമിലേക്ക് എത്തുന്നു. അതിന് മുൻപത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ 92 റൺസ് നേടുന്നു. സൂര്യകുമാർ യാദവ് ആകട്ടെ, ഋഷഭ് പന്ത് ആകട്ടെ, അങ്ങനെ ഓരോ താരങ്ങളും തങ്ങളുടെ ഉത്തരവാദിത്തം വളരെ കൃത്യമായി ഏറ്റെടുത്ത് മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ബൗളിംഗിൽ ജസ്പ്രീത് ബുംറ ഏറ്റവും വിശ്വസ്തനായ ഒരു ബൗളറായി അദ്ദേഹം മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഡെത്ത് ഓവറുകളിൽ അദ്ദേഹത്തിന്റെ മികവ് എല്ലാ മത്സരങ്ങളിലും ഉപയോഗപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരായ മത്സരമടക്കം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം തന്നെ അവരവരുടെ ഏറ്റവും മികച്ച ഫോം പുറത്തെടുത്ത് ടീമിന് വളരെ വലിയ സംഭാവന നൽകാൻ എല്ലാ താരങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒത്തൊരുമയുടെ വിജയം കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഏതെങ്കിലും 1-2 താരങ്ങളുടെ മികവിൽ നേടിയ വിജയമല്ല. 2007 നമ്മൾ കണ്ടതാണ്. 2007 ഇന്ത്യയുടെ വിജയവും ഏറെക്കുറെ സമാനമായിരുന്നു എന്ന് പറയാം. കാരണം പ്രതീക്ഷകളുടെ അമിത ഭാരമില്ലാതെയാണ് അന്ന് ടീം ലോകകപ്പിന് തിരിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് അവിശ്വസനീയമായ രീതിയിൽ അന്ന് കിരീടം നേടുന്നത് നമ്മൾ കണ്ടതാണ്. ധോണിയും സംഘവും അന്ന് കിരീടം ഉയർത്തിയതാണ്. ആ ടീമിലുള്ള ഒരാൾ കൂടിയാണ് രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയ്ക്കും അതേ ഭാഗ്യം തന്നെ ലഭിച്ചിരിക്കുന്നു. 17 വർഷത്തിന് ശേഷം 2020 ലോകകപ്പിൽ ഇന്ത്യ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുമ്പോൾ വലിയൊരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഏറെ നാളായി തന്നെ ഒരു ICC ടൂർണമെന്റിൽ കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല. ആ ടീമാണ് ഇന്ന് കിരീടം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. കാരണം അത്രമാത്രം ഒരു ആവേശം സമീപകാലത്തൊന്നും തന്നെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ എല്ലാ ആവേശവും നിറഞ്ഞൊരു ഫൈനൽ. ആ ഫൈനലിനൊടുവിൽ ഇന്ത്യ വിജയിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രജിലെ, ഈ മത്സരം ടോസ് ലഭിക്കുന്നത് മുതൽ എന്തെങ്കിലും രീതിയിൽ രോഹിത് ശർമ്മയുടെ പ്രത്യേകിച്ചും നിർണായകമായ മത്സരമാണ്. രോഹിത്തിന് ബാറ്റിങ്ങിൽ നല്ല തുടക്കം ഇന്ന് ലഭിച്ചില്ല, പെട്ടെന്ന് പുറത്തു പോകേണ്ട വന്നു. പക്ഷേ ഇതുവരെയുള്ള മത്സരങ്ങളിലൊക്കെ 3 അർദ്ധ സെഞ്ചുറികൾ നേടിയ താരമാണ്, 92 വരെ എത്തിയ താരമാണ്. പക്ഷേ ഏറ്റവും നിർണായക മത്സരത്തിൽ അദ്ദേഹം പാളുമ്പോൾ ഒരു തുടക്കം എന്തോ സംഭവിച്ചു. ഈ കപ്പ് നമ്മുടെ കയ്യിലില്ലേ എന്ന് തോന്നിയിരുന്നു. പക്ഷേ വിരാട് കോഹ്ലി, ഇപ്പോൾ രജിൽ പറഞ്ഞ പോലെ തന്നെ ഇത്രയും മത്സരങ്ങളിൽ വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ പേരിനും പ്രതിഭയ്ക്കുമൊത്ത പ്രകടനത്തിലേക്ക് വന്നില്ലെങ്കിൽ ഇന്ന് ഏറ്റവും നിർണായകമായ മത്സരത്തിൽ അദ്ദേഹത്തിന് സാധ്യമാകുന്നു. അക്സർ പട്ടേൽ, ശിവൻ ദുബെ, ഈ ശിവൻ ദുബെ അടക്കം ഒരുപാട് ചീത്തപ്പേരുകളും ട്രോളുകൾക്കും ഒക്കെ ഇരയാവുന്ന താരങ്ങളാണ്. പക്ഷെ അവരൊക്കെ വേണ്ട സമയത്ത് അവർക്കൊരു പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നത് ഇനിയും ഭാവിയിൽ ഇന്ത്യൻ ടീം സുശക്തമാണ്, പ്രതിഭാസമ്പന്നമാണ് എന്നുകൂടി വ്യക്തമാക്കുകയാണ്. ദിവിഷ്, ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ ഓരോ പ്ലെയേഴ്സിനും അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ടായിരുന്നു. നോക്കൂ, ഈ ലോകകപ്പിൽ ഉടനീളം തന്നെ രോഹിത് ശർമ്മ പുറത്തെടുത്ത പ്രകടനം നിരീക്ഷിച്ചാൽ അറിയാം.
ക്രീസിൽ നിന്നുകൊണ്ട് കളിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലൊന്നുമല്ല. ആദ്യ പവർ പ്ലേയിൽ തന്നെ പരമാവധി റൺസ് കണ്ടെത്തുക, അതിനെ ഏത് കൂറ്റൻ ഷോട്ടിനും ശ്രമിക്കുക. ആ രീതിയിൽ തന്നെയായിരുന്നു ഈ ലോകകപ്പിൽ ഉടനീളം തന്നെ രോഹിത് ശർമ്മ കളിച്ചത്. വിക്കറ്റ് നഷ്ടമാകുമ്പോൾ പോലും, അതായത് കഴിഞ്ഞ ഈ ലോകകപ്പിലെ മറ്റു മത്സരങ്ങളിലൊന്നും തന്നെ, അതായത് ഫൈനൽ ഉൾപ്പെടെ ഒരു മത്സരങ്ങളിലും ഇന്ത്യക്ക് ഏറ്റവും മികച്ചൊരു തുടക്കം ലഭിച്ചതേയില്ല. മിക്ക മത്സരങ്ങളിലും വിരാട് കോഹ്ലി റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ ഒരു മികച്ച കൂട്ടുകെട്ട് ഓപ്പണിംഗിൽ ഇന്ത്യക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിൽ പോലും ഒരു ഘട്ടത്തിലും റൺ റേറ്റ് താഴ്ന്നു പോകാനിരിക്കാനുള്ള ഒരു ശ്രദ്ധ ഇന്ത്യൻ ബാറ്റർമാർ തുടക്കം മുതൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അത് ലോകകപ്പ് ഫൈനലിലും വളരെ കൃത്യമായിരുന്നു. പരമാവധി റൺസ് കണ്ടെത്തുക എന്നത് തന്നെയായിരുന്നു ഈ ലോകകപ്പ് ഫൈനലിലും ഇന്ത്യ ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെയാണ് ടോസ് നേടിയപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ രോഹിത് ശർമ്മ ബാറ്റിംഗ് തന്നെ തെരഞ്ഞെടുത്തത്. ബൗളർമാരിലും അദ്ദേഹത്തിന് വളരെ കൃത്യമായ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ തീരുമാനം ശരിവെക്കുന്ന രീതിയിലുള്ള ആദ്യ ഓവറിൽ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു തുടക്കവും ഇന്ത്യക്ക് കിട്ടി. 15 റൺസ് ആദ്യ ഓവറിൽ പിറന്നതാണ്. പക്ഷേ അതിനുശേഷം വളരെ കൃത്യമായി ദക്ഷിണാഫ്രിക്ക മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. തുടർച്ചയായി വിക്കറ്റുകൾ വീഴുന്നു. അതായത് രണ്ടാമത്തെ ഓവറിൽ തന്നെ സ്പിന്നറായ കേശവ് മഹാരാജിനെ കൊണ്ടുവരുന്നു, 2 വിക്കറ്റ് വീഴ്ത്തുന്നു. അതോടുകൂടി ഇന്ത്യ ഒരു ഡിഫൻസിലേക്ക് പോകുമെന്ന് കരുതിയ ഘട്ടമായിരുന്നു. അതിനുശേഷം മൂന്നാമത്തെ വിക്കറ്റ് കൂടി വീണതോടുകൂടി ഇന്ത്യ വലിയൊരു തകർച്ചയെ നേരിടും എന്ന് തോന്നിച്ചൊരു ഘട്ടമായിരുന്നു. പക്ഷേ 4ാം വിക്കറ്റിൽ കൃത്യമായ ഒരു കൂട്ടുകെട്ട് ഉയർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതിൽ നിർണായകമായത് വിരാട് കോഹ്ലിയുടെ പ്രകടനമായിരുന്നു. വിരാട് കോഹ്ലി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതിലൊരു ക്ലാസ് ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്നത്തേത്. കാരണം ഇനിയൊരു വിക്കറ്റ് വീണാൽ ഇന്ത്യക്ക് ഒരു മികച്ച സ്കോറിലേക്ക് പോകുക വെല്ലുവിളിയാകും. അത് കണ്ടുകൊണ്ടുള്ള ഒരു പ്രകടനം വിരാട് കോഹ്ലിക്ക് കാഴ്ചവെക്കാനും കഴിഞ്ഞിട്ടുണ്ട്.